ഇപ്പോ എല്ലാരോടും പറഞ്ഞതേ അത് നന്നായി. സത്യങ്ങളെ പുറത്തു വന്നല്ലോ. പാർവതിയാണ് പല്ലവിക്ക് ഇക്കാര്യത്തിൽ കൂട്ടുനിന്നത്. അതുകൊണ്ടാ പല്ലവിയെ പരിശോധിക്കാൻ വന്ന ദർശന ഡോക്ടറുടെ കാല് പിടിച്ച് പല്ലവി ഗർഭിണിയാണെന്ന് അവരെ കൊണ്ട് പാർവതി പറയിപ്പിച്ചത്. സർ 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 എന്നോട് ക്ഷമിക്കണം. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. പാർവതി, എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. നീ ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. സർ ഞാനൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, സാഹചര്യം കൊണ്ട് ചെയ്തു പോകുന്നല്ലേ നീ ഇപ്പൊ പറയാൻ വന്നത്? സർ, കല്യാണം കഴിയുന്നത് വരെ പല്ലവി എന്നോട് നുണ പറയുവാണെന്ന് എനിക്കറിയില്ലായിരുന്നു സർ. അതിനുശേഷോ എല്ലാം ഞാൻ അറിയുന്നത്. ഇതിനെ വിവാഹം കഴിക്കാൻ വേണ്ടി പല്ലവി ഒരു നാടകം കളിച്ചതാണെന്ന് പറഞ്ഞ സാർ എന്ത് വിചാരിക്കുമെന്ന് പേടിച്ചിട്ടാ ഞാനിതൊന്നും പറയാതിരുന്നത്. എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലായിരുന്നു സർ. പാർവതി, നിനക്ക് എന്തു എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യം ഞാൻ നിനക്ക് നൽകിയിട്ടുള്ളതല്ലേ? അത് നിനക്ക് ബോധ്യമുള്ളതല്ലേ? എന്ത് തല പോകുന്ന കാര്യമാണെങ്കിലും നീ അതെ എന്നോട് പറയണമായിരുന്നു. നീ ഇങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇപ്പൊ എന്റെ മുന്നിൽ നിന്ന് എല്ലാം തുറന്നു പറയാൻ നീ ധൈര്യം കാണിക്കുന്നുണ്ടല്ലോ. ഈ ധൈര്യം നീ അന്ന് കാണിക്കണമായിരുന്നു. എങ്കിലിപ്പോ ഇവിടെ ഇങ്ങനൊരു സിറ്റുവേഷനേ ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് എന്റെ അനിയനോട് മാപ്പ് പറയേണ്ടി വരില്ലായിരുന്നു. സർ, ഞാൻ എന്ത് പറയാനാ? അപ്പോഴത്തെ ബുദ്ധിക്ക് ഇപ്പൊ എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെട്ട് പോയില്ലേ? എന്റെ ഭാര്യ എന്നോടൊരു വലിയ രഹസ്യം മറച്ചു വെച്ചു എന്ന് പറയുമ്പോ ഞാൻ അവരുടെ മുന്നിൽ ചെറുതായി പോയില്ല, ഒരു വിട്ടിയായി പോയില്ല ഞാൻ. സർ, ഞാൻ തോറ്റുപോയി. ഞാനായിട്ട് തോറ്റതല്ല, നീയായിട്ട് എന്നെ തോൽപ്പിച്ചത്. സർ, എന്നോട് ക്ഷമിക്കണം സർ. പാർവതി, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. ഇനി ഒരിക്കലും ഇതുപോലൊരു അനുഭവം
എനിക്കുണ്ടാവരുത്. നിന്നെ ഞാൻ വിശ്വസിച്ചത് തെറ്റായി പോയെന്ന് പ്രഭാവതി അമ്മയെ കൊണ്ട് നീ പറയിപ്പിക്കരുത്. പല്ലവി, എനിക്ക് നിന്നോട് സംസാരിക്കണം. എടി, നീ പറഞ്ഞ നുണ കാരണം ഇപ്പൊ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് നീ കണ്ടതല്ലേ? ഞാനും വിശാൽ സാറും തമ്മിലുള്ള ബന്ധത്തെയാണ് അത് ബാധിച്ചത്. സാറിന് എന്നിലുണ്ടായിരുന്ന വിശ്വാസം നശിച്ചത്. അനിയത്തിയല്ലേ, അബദ്ധം പറ്റിയതല്ലേന്ന് കരുതി നിനക്ക് കൂട്ടുനിന്നത് എനിക്കിപ്പോ വലിയ പൊല്ലാപ്പായി മാറി. സാർ എന്നെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക, പിണങ്ങിയിരിക്കുക. ഇനി ഞാൻ ആ തെറ്റിദ്ധാരണ എങ്ങനെ മാറ്റും? മതി, നിർത്ത നിന്റെ അഭിനയം. വിശാൽ സാറല്ല, ഞാനാണ് നിന്നെ തെറ്റിദ്ധരിച്ചു പോയത്. പല്ലവി, നീ എന്തായി പറയുന്നേ? നീ അഭിനേത്രിയാണ്. എന്നോട് സ്നേഹമുള്ളതുപോലെ എന്റെ മുന്നിൽ നീ അഭിനയിക്കുകയാണ്. ഇനി അത് വേണ്ട. നിന്റെ യഥാർത്ഥ മുഖം എനിക്ക് വ്യക്തമായി. നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് ബോധ്യമായിന്ന്. നീ എന്തെങ്ങനെ മനസ്സ് വെച്ച് സംസാരിക്കുന്നത്? പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയ. ഞാനായിട്ട് പറയാൻ എന്തിരിക്കുന്നു, അത് നിനക്ക് തന്നെ അറിയാലോ. എന്നിട്ട് എന്തിനാ എന്റെ മുന്നിൽ പൊട്ടം കളിക്കുന്നേ? പല്ലവി, എടി, നിനക്ക് ഞാൻ ഇവിടെ ഈ കുടുംബത്തിൽ മരുമകളായി വന്നത് ഇഷ്ടമായില്ല. ഇവിടുത്തെ സ്വത്ത് മുഴുവൻ നിനക്ക് മാത്രം അനുഭവിക്കണം. അതുകൊണ്ടാ അവസരം കാത്തിരുന്ന് എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി നീ എന്നെ ഒറ്റിക്കൊടുത്തത്. മോളെ, ഒറ്റിക്കൊടുത്തെന്നോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഗർഭിണിയല്ലാന്ന് നീയല്ലേ പ്രഭാവതി അമ്മയുടെ ചെവിയിൽ ഓതിക്കൊടുത്തത്? ഞാൻ കാണിക്കുന്നത് മുഴുവൻ നാടകമാണെന്ന് നീ അമ്മയെ ബോധ്യപ്പെടുത്തിയില്ലേ? പല്ലവി, നീ ഇനി ഒന്നും വിശദീകരിക്കണ്ട. എന്തോ ഭാഗ്യത്തിന് നീ വെച്ച പണി എനിക്കേറ്റില്ല. പ്രഭാവതി അമ്മ അത് കാര്യമാക്കി എടുത്തില്ല. അവരെന്റെ മനസ്സ് തിരിച്ചറിഞ്ഞു. വിപിൻ സാറിനോടുള്ള സ്നേഹം കൊണ്ടാണ് എനിക്ക് കള്ളം പറയേണ്ടി വന്നതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. അത് അമ്മയുടെ നല്ല മനസ്സ്. അതുകൊണ്ട് അമ്മ എന്നെ മരുമകളായി സ്വീകരിച്ചു. ഞാൻ മനസ്സാ വാച അറിയാത്ത കാര്യങ്ങളാ നീ പറയുന്നത്. അല്ലെങ്കിലും നീ ഹരിശ്ചന്ദ്രന്റെ പെണ്ണവതാരമാണല്ലോ. സത്യം മാത്രമല്ലേ പറയൂ. എടി, നീ വഞ്ചകി. എന്റെ ജീവിതം നന്നായി കാണണം, അതിനു വേണ്ടിയാണ് നീ ജീവിക്കുന്നതെന്നൊക്കെ നീ നാഴികയ്ക്ക് 40 വട്ടം പറയുമല്ലോ. അങ്ങനെയൊരു നന്മ നിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ പ്രഭാവതി അമ്മയ്ക്ക് ഒറ്റക്കൊടുക്കുമായിരുന്നു. അതെടി, എല്ലാം ഞാൻ തന്നെയാ പ്രഭാവതി അമ്മയോട് പറഞ്ഞത്. നിന്റെ കള്ളത്തരം ഞാൻ തന്നെയാണ് അവർക്ക് വ്യക്തമാക്കി കൊടുത്തതും. പക്ഷേ അത് നീ കരുതും പോലെ നിന്നെ ചതിക്കാൻ വേണ്ടിയായിരുന്നില്ല, നിന്റെ നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു. എന്റെ നല്ലതിനോ? ഇനി നീ അത് മിണ്ടിപ്പോരുത്. പല്ലവി, നിർത്ത. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയട്ടെ. ഞാൻ എന്തിനാണ് പ്രഭാവതി അമ്മയോട് ഇതെല്ലാം പറഞ്ഞെന്ന് നീ അറിയണം. പല്ലവി, നീ ഗർഭിണിയാണെന്ന് നുണ പറഞ്ഞ് എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കുന്നത് എനിക്ക് സഹിക്കുമായിരുന്നില്ല. അത് എനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എത്ര നാൾ ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞ് നീ മുന്നോട്ട് പോവും? കൂടിയാൽ ഒരു 2-3 മാസം. അത് കഴിഞ്ഞാലോ? അത് കഴിഞ്ഞാ ഇവിടെയുള്ളവർ നിന്നെ സംശയിച്ചു തുടങ്ങും.
ഗർഭിണിയാണോ അല്ലയോ എന്ന് അവര് ചിന്തിക്കാൻ ആരംഭിക്കും. അതിപ്പോ കാര്യേ. അതുകൊണ്ട് അവര് നിന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടില്ല. സത്യം മനസ്സിലാക്കി നിന്നെ അവര് സ്വീകരിച്ചു. ഇതാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ ചെയ്തത് നിന്റെ നന്മയ്ക്ക് വേണ്ടി ആയിരുന്നില്ല എന്ന് നിനക്ക് തോന്നുവാണെങ്കിൽ ഇനി നിനക്ക് എന്നെ എന്തും പറയാം. നിനക്ക് എന്നെ തല്ലാം, ഇവിടെ നിന്ന് ഇറക്കി വിടാം. ചേച്ചി, ഞാൻ ചേച്ചിയെ വെറുതെ തെറ്റിദ്ധരിച്ചു പോയി. ചേച്ചി ചെയ്ത നന്മ ഞാൻ തിരിച്ചറിഞ്ഞില്ല. ചേച്ചിയുടെ മനസ്സ് ഞാൻ മനസ്സിലാക്കിയില്ല. ചേച്ചി, ചേച്ചി എന്നോട് ക്ഷമിക്ക്. എന്നോട് മാപ്പാക്കണം. ഞാൻ അറിയാതെ ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു പോയി. അത് സാരമില്ല, നീ കരയാതിരിക്ക. ഇപ്പോ നിനക്ക് യാഥാർത്ഥ്യം ബോധ്യായില്ലേ പല്ലവി? ഇപ്പോ പ്രശ്നങ്ങളെല്ലാം നന്നായി അവസാനിച്ചു. അതിൽ നീ സമാധാനിക്ക. പിന്നെ ഇനിയെങ്കിലും നീ സ്വപ്ന ലോകത്തിൽ ജീവിക്കാതെ വിപിനെ അനുസരിച്ച് അവനോടൊപ്പം നന്നായിട്ട് ജീവിക്കാൻ നോക്ക്. പ്രഭാവതി അമ്മേ, അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ പദ്ധതിയായിരുന്നല്ലേ? എന്റെ അനിയത്തിയെ എനിക്കെതിരെ തിരിച്ചുവിടാൻ നോക്കുന്നു. നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ ഏത് നാണയത്തിലാണോ എന്നെ തകർക്കാൻ നോക്കുന്നത്, അതേ നാണയത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് മറുപടി തന്നിരിക്കും. ഇപ്പൊ എന്റെ ബുദ്ധി എങ്ങനെയുണ്ട് ജാസ്മിൻ? നമ്മുടെ പ്ലാൻ വർക്ക് അവധി നമ്മൾ ആളിക്കത്തിക്കണം. ആന്റി, അവളെ എത്രയും പെട്ടെന്ന് വിശാലായിട്ട് തന്നെ ഇവിടെ നടിച്ചിറക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവണം. ഉടനെ അത് സംഭവിക്കും മോളെ. അതുപോലെ തന്നെ പല്ലവിയെ പാർവതിക്കെതിരെ പരമാവധി നമുക്ക് തിരിക്കണം. ഓരോരോ കൊച്ചു കൊച്ചു കാരണങ്ങൾക്കും
പാർവതിയോട് വഴക്കിടാൻ പല്ലവിയെ നമുക്ക് ഇളക്കി വിടണം. ക്ഷമിക്കും, നിങ്ങളുടെ സംഭാഷണമൊക്കെ ഞാൻ പുറത്തുനിന്ന് കേട്ടു. ജാസ്മിൻ, നിന്റെ ആഗ്രഹവും ഞാൻ അറിഞ്ഞു. പക്ഷേ മോളെ ജാസ്മിനെ, എന്നെയും വിശാൽ സാറിനെയും തമ്മിൽ തെറ്റിക്കാൻ ഈ ലോകത്ത് ഇനി ആര് വിചാരിച്ചാലും സാധിക്കില്ല. അതേപോലെ തന്നെ വിശാൽ സാറ് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്നോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമെന്നോ ആരും കരുതുവാൻ വേണ്ട. പക്ഷേ നീ ഒരു കാര്യം മനസ്സിൽ കുറിച്ചു വെച്ചോ. ഈ വീട്ടിൽ നിന്റെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കും. ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നോ? നീയാണ് എന്നെ ഇവിടുന്ന് ഇറക്കി വിടുന്നത്. അതിനിത്തിരി പുളിക്കും. എന്നെ ഇവിടുന്ന് കെട്ടിക്കാൻ നോക്കിയാ നീ അനുഭവിക്കും. നമുക്ക് കാണാം. കാണാവിടി. ജാസ്മിൻ, ഇവൾ എന്തെങ്കിലും പിച്ചും പെയ്യും ഒക്കെ പറയുന്നത് കേട്ട് നീ എന്തിനാ വെറുതെ ഇവൾക്കൊപ്പം തുള്ളാൻ നിൽക്കുന്നത്? പാർവതി, ജാസ്മിൻ ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നീയല്ല. അമ്മ ഇവൾക്ക് വേണ്ട ഒത്താശയൊക്കെ ചെയ്തു കൊടുക്ക്. പക്ഷേ അതെല്ലാം പാഴായി പോവുകയുള്ളൂ. നീ എന്നെ വെല്ലുവിളിക്കുകയാണോ? അമ്മയുടെ തന്ത്രം നന്നായിട്ടുണ്ട്. എന്റെ അനിയത്തിയെ എനിക്കെതിരെ തിരിച്ചുവിടാൻ നോക്കുന്നു അല്ലേ? പക്ഷേ അമ്മ ഒന്ന് ഓർക്കണം, അമ്മയ്ക്ക് കുറച്ചു മാസങ്ങളായിട്ടേ അവളെ അറിയൂ. എനിക്കവളെ ജനിച്ച നാൾ മുതൽക്കേ അറിയാം. അതുകൊണ്ട് തന്നെ അവളെ എങ്ങനെ നിങ്ങളുടെ ചതിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ശരി, നിനക്ക് ചെയ്യാനാവുന്നത് നീ ചെയ്തു നോക്ക്. എടി, നീ പരാജയപ്പെട്ടു പോവടി. ഏതായാലും അമ്മ കാരണം എന്റെ അനിയത്തിയുടെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിവായി. അവൾക്കിനി ഗർഭിണിയായി അഭിനയിക്കണ്ടല്ലോ. അവളുടെ ഭർത്താവിന്റെ കൂടെ അവൾക്ക് സമാധാനവും സന്തോഷവുമായിട്ട് ജീവിക്കാം. അതിന് അമ്മയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോ ജാസ്മിൻ പറഞ്ഞത് മറക്കണ്ട. ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥലം കാലിയാക്കാൻ തയ്യാറായിക്കും. ഈ അമ്മയുടെ പിന്താങ്ങൊന്നും നിനക്ക് ഉപകരിക്കാൻ പോകുന്നേയില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ നീ ഇവിടെ ഇറങ്ങിയിരിക്കും. ആന്റി, അവൾ പറഞ്ഞിട്ട് പോയത് കേട്ടില്ലേ? ജാസ്മിൻ, അത് കേട്ട് നീ വിരലണ്ട. അവളെ തളയ്ക്കാൻ എനിക്കറിയാം. അവളെ ഞാൻ തളച്ചിരിക്കും. എങ്ങനെയും വിശാൽ സാറിന്റെ വിഷമം മാറ്റിയെടുക്കണം. സാറിനെ സമാധാനപ്പെടുത്തണം.
ദാ, ഈ മരുന്ന് കഴിച്ചു. നിന്റെ ചുമയൊക്കെ മാറിക്കോളും. എനിക്ക് ചുമയൊന്നുമില്ല. സാർ എന്നെ ശ്രദ്ധിക്കാൻ വേണ്ടിയാ ഞാൻ ചുമച്ചത്. സാറിന് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ എങ്ങനെയാ എൻ്റെ മനസ്സിലെ പ്രയാസം സാറിനോട് പറയുന്നത്? ഞാൻ പറഞ്ഞാലും സാർ അത് കേൾക്കാൻ നിൽക്കില്ല.